ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അക്വേറിയം ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു ബോട്ടിലാണ്, റൗണ്ട് ബോട്ടിൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അതിന് വേണ്ടി ഞാൻ ഫെവിക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ അക്വേറിയം ചെയ്തെടുക്കണത് ക്ലേ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബേസായിട്ട് ടിഷ്യൂ പേപ്പറിൻ്റെ കോട്ടിങ് കൊടുക്കണേ. നമുക്ക് അതില്ലാതെയും കൊടുക്കാം, പിന്നെ നമുക്ക് ക്ലേ യൂസ് ചെയ്യാതെ പെയിൻറ്റ് ചെയ്തും ചെയ്യാം അക്വേറിയം. ഇവിടെ ഞാൻ യൂസ് ചെയ്യണത് ഈ ടിഷ്യൂ പേപ്പറാണ് ബേസ് കോട്ടായിട്ട്. അപ്പോൾ ടിഷ്യൂ പേപ്പർ നല്ലോണം ഇതേപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ബോട്ടിൽ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അടുത്തത് ഞാനിവിടെ ഇതിനൊരു ബേസ് കോട്ട് കൊടുക്കാൻ പോവാം. ബ്ലൂ കളറാണ് ഞാൻ കൊടുക്കുന്നത്. അക്വേറിയം ആണല്ലോ നമ്മൾ ചെയ്യണത്, അപ്പോൾ അതിൻ്റെ ബേസ് കളർ ബ്ലൂ തന്നെ കൊടുക്കണേ. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യണത് അൾട്രാമറൈൻ ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്. എന്നിട്ട് ബ്ലൂവിൻ്റെ ഷെയ്ഡ്സ് പോലെ കൊടുക്കണേ. ഏറ്റവും ബേസിൽ ഡാർക്ക് ബ്ലൂവും പിന്നെ നമ്മൾ ടോപ്പിലോട്ട് പോകും തോറും ബ്ലൂ ഇങ്ങനെ ലൈറ്റാക്കി കൊടുക്കാം. അപ്പം ഞാൻ അതിനുവേണ്ടി വൈറ്റ് കളർ തന്നെ യൂസ് ചെയ്തിട്ട് ഒന്ന് ലൈറ്റാക്കി കൊടുക്കണമെന്നുള്ളൂ. ഇതേപോലെ ബോട്ടിൽ ഫുള്ള് ചെയ്തെടുക്കണം. അപ്പോൾ ബ്ലൂ കളറൊക്കെ കൊടുത്തു കഴിഞ്ഞു. ബോട്ടിൽ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ക്ലേ വർക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ കുറച്ച് ഫിഷസിൻ്റെ പടമൊക്കെ A4 പേപ്പറിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യണ ക്ലേ ഫെവിക്രിലിൻ്റെ മൗൾഡിറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കല്ല് ഉണ്ടാക്കുകയാണ് ക്ലേ യൂസ് ചെയ്തിട്ട്. നമ്മൾ അക്വേറിയത്തിലൊക്കെ കണ്ടിട്ടില്ലേ ചെറിയ ചെറിയ കല്ലുകൾ, അതേപോലത്തെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. ഞാൻ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ചെയ്തെടുത്ത ആ ഒരു കല്ലിന് ജസ്റ്റ് ഒന്ന് ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ടൂളില്ലെങ്കിൽ ജസ്റ്റ് ഒരു പെന്നോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കല്ലൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഗ്രാസാണ്. നമ്മൾ അക്വേറിയത്തിൽ കണ്ടിട്ടില്ലേ കുറേ കുഞ്ഞി ചെടിയൊക്കെ, അപ്പോൾ അതേപോലത്തെ ഒരു ചെടിയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അത് ഓരോരുത്തരുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കാം. ഈ മൗൾഡിറ്റ് ക്ലേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു 30 to 40 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ഈ ക്ലേ ഹാർഡ് ആവാൻ തുടങ്ങും. അപ്പം നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷേപ്പ് ചെയ്യാനോ അത് പറ്റില്ല. അപ്പം നമ്മൾ ഇത് നേരത്തെ ചെയ്ത് വയ്ക്കുക. അപ്പം നമ്മൾ കുറച്ച് ക്ലേ എടുത്ത് മിക്സ് ചെയ്ത് വേണം ചെയ്യാൻ. എന്നിട്ട് വേണം അടുത്ത ക്ലേ യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് എടുത്ത് കഴിഞ്ഞാൽ ഇത് ചെയ്ത് തീർക്കാൻ കുറച്ച് ടൈം എടുക്കും, ക്ലേ ഹാർഡും ആവും. അപ്പം നമ്മളത് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ പൗഡർ എപ്പോഴും യൂസ് ചെയ്യുക ഇതൊന്ന് മിക്സ് ചെയ്യുമ്പോഴൊക്കെ. പിന്നെ അലർജി ഉള്ളവരാണെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യണത് നല്ലതായിരിക്കും. ഞാനപ്പോൾ കുഞ്ഞി ചെടിയൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് ആ ഒരു ചെടിയുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ അടുത്തത് ഞാനിനി ഫിഷ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതേപോലെ ക്ലേ എടുത്തിട്ട് നമ്മൾ ഏത് ഫിഷാണ് വരച്ചാക്കണേ അതിൻ്റെ ആ വരച്ചതിൻ്റെ മുകളിൽ കൂടി ഇതേപോലെ ക്ലേ ആ ഒരു ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടും. നെറ്റിൽ നമ്മൾ അക്വേറിയം ഫിഷസ് ഇമേജ് അടിച്ചു കൊടുത്താൽ നമുക്ക് കുറേ ഇമേജ് കിട്ടും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് പ്രിൻ്റ് എടുത്താൽ നമുക്ക് കുറേ വെറൈറ്റി ഓഫ് ഫിഷസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്ലേ യൂസ് ചെയ്ത് ചെയ്യാനും എളുപ്പമായിരിക്കും ഇങ്ങനെ വരച്ചെടുത്തിട്ട് നമ്മൾ ഷേപ്പ് ചെയ്താൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ കട്ട് ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ. ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു പേപ്പറിൽ കൊണ്ട് ഒട്ടിച്ചു. അപ്പോൾ എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫിഷ് ചെയ്ത് കഴിഞ്ഞു. അത് ജസ്റ്റ് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ബോട്ടിൽ ഒട്ടിക്കുക. എന്നിട്ട് നമുക്കതിൽ എന്തെങ്കിലും ഒന്നും വരച്ചൊക്കെ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് അപ്പം തന്നെ ആ ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഞാൻ ഈ ഒരു ഫിഷാണ് ചെയ്യണേ. അത് ഞാൻ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ടാണ് ഞാൻ ക്ലേ യൂസ് ചെയ്ത് ചെയ്യണേ. അപ്പം നമുക്ക് ഈസി ആയിട്ട് നേരെ കൊണ്ടുപോയി ഒട്ടിക്കാം.
യൂസ് ചെയ്തിട്ട് 3 ഫിഷിനെ ഒട്ടിച്ചെടുത്തു. ഇനിയിപ്പോൾ ഞാൻ 2 സ്റ്റാർ ഫിഷിനെയും കൂടി ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് അക്വേറിയം അറേഞ്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത്രയൊക്കെ ചെയ്യണുള്ളൂ. ക്ലേ ഒക്കെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് കളർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ ഈ ഒരു ഫിഷിനാണ് കളർ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യണത് ക്രോം യെല്ലോവും പിന്നെ ഓറഞ്ചും ആണ്. ഈ ഒരു ഫിഷിനും ഞാൻ ക്രോം യെല്ലോ കളർ തന്നെ യൂസ് ചെയ്യണേ. എന്നിട്ട് ഓറഞ്ച് ജസ്റ്റ് എൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ഫിഷും കൂടി ഉള്ളൂ. അതിന് ഞാൻ പിങ്ക് കളറാണ് കൊടുക്കണേ. പിങ്കും വൈറ്റും കൂടിയുള്ളൊരു ഷെയ്ഡാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 3 ഫിഷിൻ്റെയും കളറൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാർ ഫിഷിന് ക്രിംസൺ റെഡ് കളർ കൊടുക്കാം. 2 സ്റ്റാർ ഫിഷിന് ഞാൻ ആ സെയിം കളറിനെ കൊടുക്കാൻ പോകുന്നത്. അടുത്തത് ഇനി നമുക്ക് ഗ്രാസിനൊക്കെ കളർ കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യണത് സാപ്പ് ഗ്രീനും ലൈറ്റ് ഗ്രീനും ആണ്. ഇനി അടുത്തത് ഞാൻ കല്ലിന് പെയിൻ്റ് അടിച്ചു കൊടുക്കണത് ബ്രൗൺ കളറാണ്. ഫുൾ ബ്രൗൺ കളർ തന്നെ അടിച്ചു കൊടുക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള മൾട്ടി കളറൊക്കെ അടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബോട്ടിൽ നെക്ക് പോർഷനിൽ പൈപ്പിംഗ് ത്രെഡ് ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ, വൈറ്റ് കളർ തന്നെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ 200 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും നന്ദി. പിന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബൈ.